ഇന്നലെ ബിഗ് ബോസിൽ ആദ്യമായിട്ട് കാണിച്ചതെന്ന് പറഞ്ഞാൽ നെവിൻ്റെ കാര്യമാണ്. നെവിൻ ആര്യൻ്റെ ബാഗിൽ നിന്ന് ആ ഒരു സ്റ്റാർ അടങ്ങിയ ബാഡ്ജ് അടിച്ചു മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആരും ആ ബാഡ്ജ് ഒന്നും എടുക്കരുത് എന്നുള്ളൊരു കാര്യം. പക്ഷേ നെവിൻ ഉണ്ടെങ്കിൽ അത് പോയി ആര്യൻ്റെ ബാഗ് തുറന്ന് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ക്യാമറ എടുത്ത് എന്നിട്ട് ഞാൻ ഇതേ കണക്ക് ഇത് എടുത്തിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ഡ്രസ്സിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതാരും ഇനി എടുക്കുകയൊന്നും ചെയ്യരുത് എന്നുള്ളൊരു കാര്യം. പക്ഷേ അത് ലംഘിച്ചിട്ടാണ് നെവിൻ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് രണ്ടാമത് നടന്ന ഒരു മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിടുക എന്നുള്ളൊരു ടാസ്ക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ വിളിക്കുക, അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ഒരാളെ വിളിക്കുക, അവർക്ക് രണ്ടുപേർക്ക് പേരിടുക എന്നുള്ളൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വിളിച്ചത് അനീഷിനെയായിരുന്നു. എന്നിട്ട് ഓരോ പേരും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടമുള്ളവരെയും വിളിക്കുന്നുണ്ട്. അതങ്ങനെ വിളിക്കുന്നതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം അക്ബർ ഖാൻ എണീറ്റ് വന്നിട്ട് ഇഷ്ടമുള്ള ഒരാളെ വിളിക്കുകയും ചെയ്തു. ഇഷ്ടമല്ലാത്ത വിളിച്ചെന്ന് പറഞ്ഞാൽ രേണുസുതിയാണ്. രേണുസുതിയെ വിളിച്ചിട്ട് ഒരു പേരിടാൻ പറഞ്ഞപ്പം പേരിട്ടത് സെപ്റ്റിക് ടാങ്ക് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും അഴുക്കും കാര്യങ്ങളും എല്ലാം പോകുന്നത് അവിടേക്കാണ്. എനിക്കങ്ങനെ ഈ ഒരു രേണുസുതിയെ ഫീൽ ചെയ്തു എന്നുള്ളൊരു കാര്യം അവിടെ വെച്ച് പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം രേണുസുതിയുടെ അവസരം വന്നപ്പം ഇതേ കണക്ക് അക്ബറിനെയാണ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വിളിച്ചതിന് ശേഷം അക്ബറിന് വേട്ടപ്പട്ടി എന്ന് പറഞ്ഞൊരു പേരിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം രേണുസുതി അവിടെ ഫുള്ള് ഈ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നടന്ന് എന്നെ ഇങ്ങനെ പറഞ്ഞു, എങ്ങനെ എന്നെപ്പറ്റി ഇങ്ങനെ പറയാൻ തുടങ്ങി. ഞാനുണ്ടെങ്കിൽ കുറേയധികം വിധവകളായിട്ടുള്ള സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്ത് വരുവാണ്, ഞാൻ സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്, സിംഗിൾ പേരൻസിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്, അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്, എന്നെ ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നി എന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് കുറേ അധികം രീതിയിൽ കളിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. ഓരോരുത്തർ ചെന്ന് ഇതേ കണക്ക് സംസാരിക്കുക, ക്യാമറ ഇതൊക്കെ ക്യാപ്ചർ ചെയ്യുക. പുള്ളിക്കാരിക്കറിയാം ഇങ്ങനെ പോയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ആ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. എന്തായാലും അക്ബർ ചെയ്ത് ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതിന് അക്ബർ ചെയ്ത് തെറ്റി തന്നെയാണ്. എന്തായാലും അവരത് കറക്റ്റായിട്ട് കിട്ടി അത് വെച്ച് കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, കല്ല് പറക്കുക എന്ന് പറഞ്ഞൊരു ടാസ്ക്. കുറേയധികം കല്ല് 2-3 കല്ലുകളുണ്ട്. അത് ഒന്ന് ഗോൾഡ്, പിന്നൊന്ന് റെഡ്, പിന്നൊന്ന് ബ്ലാക്ക്. ഇത് എടുക്കുക, ഓടിപ്പോയി എടുക്കുക എന്നുള്ളതാണ്. ഒരു വട്ടത്തിനുള്ളിൽ നിന്നിട്ട് ഓടിപ്പോയി എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അലാറം അടിക്കുന്നു, ഓടിപ്പോയി എടുക്കുന്നു. എടുത്ത സമയത്ത് ഗോൾഡ് കിട്ടിയത് അക്ബറിനാണ്. പിന്നെ അനീഷിന് ബ്ലാക്ക് കിട്ടി, ബിന്നിക്ക് റെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഗോൾഡ് കിട്ടിയവർക്ക് ഒരു ചാൻസ് കൊണ്ടുണ്ട്. അടുത്ത വട്ടം ഇത് കണക്ക് അടുത്ത ഒരു മത്സരം കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാളെ ചൂസ് ചെയ്യാം. ആ ഒരു വ്യക്തിക്ക് പോയി ഗോൾഡ് എടുക്കാം. ആ ഒരു വ്യക്തി ഗോൾഡ് എടുത്താൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയുന്നത്. അഥവാ ഗോൾഡ് എടുത്തില്ലെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് പറയുന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അക്ബർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞാൽ ആര്യനെ ആ ഒരു ഗോൾഡ് എടുക്കാൻ റെഡിയാക്കി വെക്കുന്നു. അടുത്തത് ഇതേ കണക്ക് ബസ്സടിക്കുന്നവർ ഓടിപ്പോയി ആര്യനുണ്ടെങ്കിൽ ഗോൾഡ് എടുത്തു. പക്ഷെ കയ്യിൽ നിന്ന് തെന്നി വീണിട്ട് ഷാനവാസാണ് ആ ഒരു ഗോൾഡ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര്യന് അത് എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഈ ഒരു ഷാനവാസിന് ആ ഒരു ഗോൾഡ് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്യനും അക്ബറിനും ആണെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞ കണക്ക് ടാസ്ക് ചെയ്യേണ്ടി വന്നു. ആ ടാസ്ക് എന്ന് പറയുന്നത് എവിക്ഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരും അവിടെ വന്നതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളിൽ ഒരാളെ അടുത്ത ആഴ്ചത്തേക്ക് എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അതിനുശേഷം രണ്ടുപേരും ആ ഒരു റൂമിലിരുന്ന് ഭയങ്കരമായിട്ടുള്ള ചർച്ചയായിരുന്നു. ഞാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരമായിരുന്നു. അവസാനം ആര്യം പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് അക്ബർ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ പോകുന്ന പറഞ്ഞാൽ അക്ബർ അത് ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വെളിയിൽ വന്നതിന് ശേഷം ഈ ഒരു അനീഷ് നേരെ ആര്യൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു മുടയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് കണക്ക് ആര്യൻ ബാഗ് പോയി തപ്പിയ സമയത്താണ് ആ ഒരു ബാഡ്ജ് നഷ്ടപ്പെട്ട കാര്യം അറിയുന്നുണ്ട്. ആരാണ് എടുത്തതെന്ന് അറിയത്തില്ല. ബാഗ് മൊത്തം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നെവിൻ അടുത്ത് വന്നിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നു, അപ്പോൾ കാര്യം പറയുന്ന സമയത്ത് നെവിൻ ചോദിക്കുന്നു നിനക്ക് എന്നെ ഡൗട്ടുണ്ടോടാ എന്നൊക്കെ ചോദിക്കുന്നു. ആര്യനാണെങ്കിൽ എനിക്ക് ഡൗട്ടൊന്നും ഇല്ല എന്ന രീതിയിൽ തമാശ ആ ഒരു സമയത്ത് കോമഡി രീതിയിൽ അങ്ങനെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാണ് കഴിഞ്ഞ ദിവസം മൊത്തത്തിൽ ഏകദേശം ഞാനെല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഞാനിനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്.